السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ സത്യവിശ്വാസിനികളെ, നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വനിതാ വിജ്ഞാന വേദിയിൽ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹീതമാക്കിയ മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് നമുക്കറിയാം. റമളാനിൻ്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ മാസത്തിലാണല്ലോ നമ്മളിപ്പോൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഇതര മാസങ്ങളെക്കാൾ നിങ്ങൾ ശഅബാനിൽ ധാരാളമായി കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നുവല്ലോ, എന്താണ് കാരണമെന്നാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ذَلِكَ شَهْرٌ يَغْفُلُ النَّاسُ عَنْهُ بَيْنَ رَجَبٍ وَرَمَضَانٍ. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത, റജബിനും റമളാനിനുമിടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ശഅബാൻ മാസം എന്നാണ്. നമുക്കറിയാം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പോരിശകളുള്ള മാസമാണ് റമളാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതിനിടയിൽ പലപ്പോഴും ആളുകൾ അശ്രദ്ധയിലായി കഴിയുന്ന ഒരു മാസമാണ് ശഅബാൻ. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസത്തിന്റെ പ്രത്യേകത, ആ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുക. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം.
ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ റബ്ബിങ്കലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെ അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ വർഷത്തിൽ നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലർ വിചാരിക്കും എന്താ വിഷയം മാറിപ്പോയോ? ശഅബാനെ പറ്റി ആൾക്കാർ അശ്രദ്ധയിലാണ്. വിഷയം കൊടുത്തത് മാറിയോ? റമളാൻ കൊടുത്തിട്ട് ഇപ്പൊ ശഅബാനെ പറ്റിയാണോ പറഞ്ഞത്? അല്ല, ശഅബാനെ പറ്റി നമ്മൾ പറയുന്നത് തന്നെ റമളാന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. മുൻഗാമികളായ ആളുകൾ ശഅബാൻ മാസത്തെ വിശേഷിപ്പിച്ചത് ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് എന്നാണ്. മഹാനായ അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ല അദ്ദേഹത്തെ പറ്റി കാണാം, ഇദാ ദഖല ശഅബാൻ അഗ്ലക തിജാറതഹു. ശഅബാൻ ആയാൽ അദ്ദേഹം കച്ചവടമൊക്കെ സ്റ്റോപ്പ് ചെയ്യും, കടക്ക് അടച്ചുപൂട്ടും. നിർബന്ധമായ കാര്യമായിട്ട് പറയല്ല, അദ്ദേഹത്തിന്റെ ഇബാദത്തിനോടുള്ള ആവേശമാണ്. റമളാനല്ല, ശഅബാൻ ആകുമ്പോൾ തന്നെ വതഫറഅ ലിഖിറാഅത്തിൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ ഓതാൻ വേണ്ടി പ്രത്യേകമായി ഒഴിഞ്ഞിരിക്കും. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാനിന് മുമ്പ് മനസ്സിനെ നന്നാക്കുന്നവർക്ക് മംഗളം. ഇപ്പം റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഇത് ശഅബാൻ. ആ ഒരുക്കം എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? റമളാന്റെ തലേ ദിവസമല്ല, മറിച്ച് റമളാനിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സഹാബിമാർ അതിനുവേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു എന്നും ആ റമളാൻ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ലമ്മാ കാന ശഅബാൻ കമുഖദ്ദിമത്തി റമളാൻ, റമളാനിന്റെ ഒരു മുഖവുരയെ പോലെയാണ് ശഅബാൻ മാസം. ഫീഹി മാ യുശ്റഉ ഫീ റമളാന മിനസ് സിയാമി വഖിറാഅത്തിൽ ഖുർആൻ, ആ ശഅബാനിൽ നോമ്പ് നോൽക്കണം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യണം. റമളാൻ മുഴുവനായി നോമ്പ് നമുക്ക് നിർബന്ധമാണെന്ന് നമുക്കറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ധാരാളമായി നോമ്പ് നോറ്റ മാസമാണ് ശഅബാൻ മാസം. പ്രത്യേകിച്ച് നോമ്പ് വീട്ടാനുള്ള ആളുകളൊക്കെ അത് ശ്രദ്ധിക്കുക. ശഅബാനിൽ നോമ്പിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന രൂപത്തിൽ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ശഅബാനുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, ഏതൊരു വിഷയവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു, മുൻഗാമികൾ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും ചില ആളുകൾ പറയുന്ന ഇബാദത്തുകൾ, പ്രത്യേകമായ റക്അത്തുള്ള നമസ്കാരങ്ങൾ, പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത നോമ്പുകൾ, മറ്റു ദിക്റുകൾ, ദുആകൾ ഒന്നും ഒരു വിഷയത്തിലും നമ്മൾ ചെയ്യരുത് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. റമളാനിന്റെ പ്രത്യേകത എന്താണ്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഏറ്റവും നല്ല കിതാബാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനമാണ് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ വാക്കാകുന്നു. ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിലൂടെയാണ്. ആ ഖുർആൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ ഖുർആൻ ഇറങ്ങിയത് മക്കയും മദീനയും അടക്കമുള്ള ഏറ്റവും പുണ്യകരമായ സ്ഥലങ്ങളിലാണ്. ആ ഖുർആൻ അല്ലാഹു ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസം ഏറ്റവും പവിത്രമായ റമദാൻ എന്ന മാസമാണ്. അതിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവിലാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്നുള്ള പറഞ്ഞ ആ രാവിലാണ് ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയത്. അപ്പോൾ ഖുർആനിന്റെ അവതരണത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണിത് റമദാൻ എന്ന് പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ കാണാം തൗറാത്തും ഇഞ്ചീലും സബൂറും സുഹ്ഫ് ഇബ്രാഹീമും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ്. ബദർ യുദ്ധം പോലെ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത പല അത്ഭുതങ്ങളും നടന്നത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖല ശഹ്റു റമദാൻ ഫുത്തിഹത് അബ്വാബുസ് സമാ. റമദാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആകാശത്തിന് ഡോറുകളുണ്ട്, അതിന്റെ രൂപം നമുക്കറിയില്ല. റമദാനായ അത് തുറക്കപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാ ജാഅ റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമദാൻ മാസം സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. സ്വർഗത്തിന് 8 കവാടമുള്ളത്, അത് തുറക്കപ്പെടും. അതുപോലെ തന്നെ ഇദാ കാന റമദാനു ഫുത്തിഹത് അബ്വാബുർ റഹ്മാ. റമദാൻ മാസമായാൽ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഇദാ കാന റമദാനു ഫുത്തിഹത് അബ്വാബുർ റഹ്മാ. റമദാൻ മാസം സമാഗതമായാൽ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. റിപ്പോർട്ടിൽ കാണാം, വഉല്ലിഖത് അബ്വാബു ജഹന്നം. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. നരകത്തിന് 7 കവാടങ്ങളാണുള്ളത്, അത് 7ഉം കൊട്ടിയടക്കപ്പെടും. അപ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, വസുൽസിലത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന മാസമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ. റമദാനിന്റെ ആദ്യത്തെ രാവിൽ തന്നെ സുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. വമറദത്തുൽ ജിന്ന്, വമറദത്തുൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട മല്ലന്മാരും ബന്ധിക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ആ നരകത്തിന്റെ വാതിലുകളിൽ നിന്ന് ഒന്നുപോലും തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിന്റെ ഒരു കവാടം പോലും കൊട്ടിയടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഖിയൽ ഖൈർ അഖ്ബിൽ, അല്ലയോ നന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. വയാ ബാഖിയ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളത് അവസാനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നന്മ ചെയ്യാൻ ഏറ്റവും നല്ല അവസരമാണിത് റമദാൻ. വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്തവർ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, റമദാനിൽ എന്ത് ചെയ്യും, പള്ളിയിൽ വരും. തീരെ കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ പോലും റമദാനായ കാണാൻ സ്വതക്ക നൽകണ്. അതുവരെ മുസ്ഹഫ് ഒന്ന് മറിച്ചോ അതാൻ തയ്യാറാകാത്ത ആളുകൾ പോലും റമദാനാകുമ്പോൾ അതിന് പ്രത്യേകമായ ആവേശം കാണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചില ആൾക്കാർ ആവേശം പെട്ടെന്ന് തീരും ചെയ്യും. ചില പള്ളിയിലൊക്കെ ഇങ്ങനെ ആള് കൂടുമ്പോൾ പള്ളി കമ്മിറ്റി പറയും, പഠിച്ചോനെ പള്ളി ഒന്ന് വലുതാക്കേണ്ടി വരും എന്നൊക്കെ പറയും അല്ലേ. പെരുന്നാളായവർക്ക് തോന്നുന്നത് വലുതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ചില ആവേശക്കാരുണ്ട്.
റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുസഹഫില്ല, ഖുർആനായിട്ട് ബന്ധമില്ല. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരാൾ പിരിവിനെന്നാ പറയും, ഇപ്പോഴാണോ വരുന്നത്, റമദാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. വിശ്വാസികൾ അങ്ങനല്ല. വിശ്വാസികൾ കൂടുതലായി റമദാനിൽ പ്രവർത്തിക്കണമെന്ന് ശരിയാണ്. പക്ഷേ റമദാൻ വരാൻ കാത്തിക്കരുത്. കാരണം നമ്മളെ ആയുസ് എപ്പോഴാ തീരാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തസവ്വദ് മിനത്ത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. നീ തഖ്വ എന്ന പാതയം ഒരുക്കുക, തീർച്ചയായും നിനക്കറിയില്ല ഒരു രാവ് മൂടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പ്രഭാതത്തിന് നീ കാതോർക്കുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും അറിയുകയില്ല. ഏത് നാട്ടിൽ വെച്ച് മരിക്കുമെന്നും നമുക്ക് ആർക്കും വിധി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വരുന്ന റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മുആദ്, നിന്റെ പ്രഭാതം നീ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാതം കഴിച്ചു കൂട്ടാറുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദ്, നിന്റെ പ്രദോഷം നീ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ പ്രദോഷവും യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ടാണ് ഞാൻ കഴിച്ചു കൂട്ടാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു പ്രഭാതമായാൽ ഒരു പ്രദോഷത്തെ ഞാൻ പ്രതീക്ഷിക്കാറില്ല, ഒരു പ്രദോഷമായാൽ ഒരു പ്രഭാതത്തെയും ഞാൻ പ്രതീക്ഷിക്കാറില്ല. എൻ്റെ വലത്തേക്കാല് മുന്നോട്ട് വെക്കുമ്പോൾ എൻ്റെ ഇടത്തേക്കാല് കൂടി മുന്നോട്ട് വെക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതാറില്ല. ഏതൊരു സന്ദർഭത്തിലും നാളെ പരലോകത്തെ എൻ്റെ കർമ്മത്തിന്റെ രേഖകൾ എൻ്റെ കയ്യിൽ തന്നിട്ട് കിതാബക്, നിന്റെ കിതാബ് നീ വായിക്കുക, കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്ന് പറയുന്ന ആ ദിവസത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓരോ നിമിഷവും ഞാൻ കഴിച്ചു കൂട്ടാറുള്ളത് എന്നാണ്. അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടി ഒരുങ്ങുക. ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് റമദാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലില്ലാഹി ഉതഖാഉം മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. വദാലിക കുല്ലു ലൈല, റമദാനിന്റെ ഓരോ രാത്രിയിലും ഓരോ ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഭാഗം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ് റമദാൻ എന്നുള്ളത്. ചില ആൾക്കാരുടെ വിചാരം റമദാനിലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റമദാന്റെ ഓരോ സന്ദർഭവും റഹ്മത്താണ്, ഓരോ സന്ദർഭവും മഗ്ഫിറത്തിനുള്ള വഴികളാണ്, ഓരോ സന്ദർഭവും നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുവാനുള്ള അവസരങ്ങളാണ്. ചില ആൾക്കാർക്ക് റമദാന്റെ ആദ്യത്തെ 10 എന്ന് പറഞ്ഞാല് ഡ്രസ്സ് നോക്കാൻ പോണ 10ആണ്. ടെക്സ്റ്റൈൽസിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഡ്രസ്സ് നോക്കുക, ആ മോഡലിൽ വേറെ കളറുണ്ടോ, ആ കളറിൽ വേറെ മോഡലുണ്ടോ. അവസാനം പറയും, ഞാൻ വിചാരിച്ച ഇവിടെ ഇല്ല, ഇവിടുത്തെ സെലക്ഷൻ കുറവാണ്, അല്ലെങ്കിൽ അവിടുന്ന് പോകും. രണ്ടാമത്തെ 10 എന്താ? ഡ്രസ്സ് വാങ്ങണ 10. മൂന്നാമത്തതോ മാറ്റിക്കാൻ പോണ 10ആണ് അല്ലേ? ഇങ്ങനത്തെ ഒരു അവസ്ഥയല്ല. മുൻഗാമികൾ ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. ഡ്രസ്സൊക്കെ ആദ്യം തന്നെ എടുക്കുക അല്ലേ? റമദാന് ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ മാറിയിരിക്കേണ്ട സമയമാണ്. സ്ത്രീകളിങ്ങനെ ഡ്രസ്സ് നോക്കാൻ പോയി കുറേ സമയം അങ്ങനെ പോകും. പുരുഷന്മാരാണെങ്കിൽ പലപ്പോഴും പല രാവുകളിലും, റമദാനിൻ്റെ രാവുകളിലും തറാവി കഴിഞ്ഞിട്ടും ചിലർ തറാവിക്ക് പോവാതെയൊക്കെ സോറടിക്കാൻ പോകലും അങ്ങനെ ഹലാലായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ ഇബാദത്തിന്റെ സമയത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ റമദാനിൽ പ്രത്യേകമായി 2 കാര്യം ചെയ്യാനുള്ളത്.
ഒന്ന് നോമ്പ്, രണ്ട് ഖിറാഅത്ത്. ആ ഖിറാഅത്ത് തന്നെ ഏറ്റവും നല്ലത് അല്ലെ, രാത്രി ദീർഘമായിട്ട് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അതിൻ്റെ ഭംഗിയെപ്പറ്റിയും അതിൻ്റെ ദൈർഘ്യത്തെപ്പറ്റിയും നീ എന്നോട് ചോദിക്കരുത് എന്നാണ്. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതിന് ശേഷം സൂറത്തുൽ ബഖറ ഓതി. സൂറത്തുൽ ബഖറ ഓതിയപ്പോൾ സഹാബി വിചാരിച്ചു ഇപ്പൊ റുക്കൂയിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സൂറത്തു നിസായിലേക്ക് പോയി. ആലിമ്രാൻ ഓതാതെ നിസായിലേക്ക് പോയി. നിസാ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം വീണ്ടും ആലിമ്രാനിലേക്ക് വന്നു. അത് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇവന് റുക്കൂയിലേക്ക് പോകുന്നത്. അപ്പോൾ റമളാനിൽ രാത്രി നമസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നൊരു ഹദീസില്ല. വേറെ ഹദീസ് എന്താ അറിയോ? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ്. മൻ ഖാമ ലൈലത്തൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഖദ്റിന്റെ രാവിൽ അഥവാ ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ്. അപ്പൊ റമളാൻ എന്താണ്? മഗ്ഫിറത്തിനുള്ളതെന്നാണ് പറഞ്ഞത്. വിശ്വാസം പറഞ്ഞു അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമളാനു ഇലാ റമളാൻ, റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുക്കഫിറാത്തുൻ മാ ബൈനഹുൻ, അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പാപമോചനമാണ്. ഇജ്തനബൽ കബായിർ, വൻപാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ. വൻപാപങ്ങളിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയാണ്, റഗിമ അൻഫു റജുലിൻ, ഒരാൾ നശിക്കട്ടെ, ദുഖിറത് ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അവന്റെ അടുക്കൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു, പക്ഷേ അവൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയില്ല, അവൻ നശിക്കട്ടെ. രണ്ടാമതായി പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له, ഒരാൾക്ക് റമളാൻ ലഭിക്കുകയും എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്തില്ല എങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ്. സമാനമായി വേറെ റിപ്പോർട്ടുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്ന വിഷയങ്ങളുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ട് അവർ മുഖേന സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കാത്തവൻ നശിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നുണ്ട്. വിഷയം റമളാനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്. റമളാൻ ലഭിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിക്കട്ടെ എന്ന് പറയുമ്പോൾ പാപം പൊറുക്കപ്പെടാൻ ഏറ്റവും നല്ല വഴിയാണ് റമളാൻ, അതിലെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മൻ സ്വാമ റമളാന മൻ ഖാമ റമളാൻ എന്നൊക്കെ പറഞ്ഞ വിഷയം എന്താ? ഈമാനൻ വഹ്തിസാബ. ഈമാൻ വേണം. വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. പല യുക്തിവാദികളും പറയാറുണ്ട്, എന്ത്, ഗാന്ധിജി ഒന്നും സ്വർഗത്ത് പോകൂലേ, എങ്കിൽ നമുക്ക് ആ സ്വർഗം വേണ്ട. വരാ ഗാന്ധിജി സ്വർഗത്ത് പോകണില്ലെങ്കിൽ എന്താ വേണ്ട? നമ്മൾ തിരിച്ചു ചോദിക്കുക, നീ യുക്തിവാദിയല്ലേ, ദൈവമില്ല എന്ന് പറയുന്ന ആളല്ലേ, സ്വർഗമില്ല എന്ന് പറയുന്ന ആളല്ലേ? സ്വർഗമില്ല എന്ന് പറയുന്ന അന്റെ വാദപ്രകാരം ഗാന്ധി സ്വർഗത്ത് പോകുന്ന വെച്ചാൽ അവർക്ക് എന്തില്ല? മറുപടി ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പോകാൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, ചില ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, വിശ്വാസിയല്ലാത്ത ഒരാളും എന്തില്ല? സ്വർഗത്ത് പോവില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകള് അല്ലാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ അൻആമിൽ
ഒരുപാട് നബിമാരെ പറ്റി പരാമർശിച്ചതിന് ശേഷം അല്ലാഹു പറയാ, ആ നബിമാർ അവരെങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ, പങ്കു ചേർത്തിരുന്നെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലാവുമായിരുന്നു എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നബിയെ താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ താങ്കളുടെ അമലുകൾ ബാത്തിലാവുക തന്നെ ചെയ്യും. ഒരിക്കലും ഷിർക്ക് ചെയ്യാത്ത ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷെ ഷിർക്ക് വന്നു കഴിഞ്ഞാൽ നോമ്പുകൊണ്ടും കാര്യമില്ല, ഹജ്ജ് കൊണ്ടും കാര്യമില്ല, നിസ്കാരം കൊണ്ടും കാര്യമില്ല, ഖുർആൻ പാരായണം കൊണ്ടും കാര്യമില്ല, ഒരു ഇബാദത്ത് കൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് മുക്തരായിക്കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ റമദാൻ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നോമ്പിട്ടും കാര്യമില്ല, എല്ലാ വർഷവും പോയി ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, കോടിക്കണക്കിന് രൂപ സ്വതക്കലക്കിയിട്ടും അല്ലാഹു സ്വീകരിക്കൂല. ഒന്നാമത്തെ ഷർത്ത് എന്താണ്? ഈമാൻ, മുഅ്മിനാവണം. പിന്നെ ഇഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മറ്റുള്ളവർക്കിടയിൽ നോമ്പുകാരിയാണ് എന്ന് പറയാൻ വേണ്ടിയാകരുത്. എന്തെങ്കിലും ഇന്നലെ തറാവീന് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇപ്പം എന്താ പറയാ എന്നതിന് വേണ്ടി ആകരുത്. ഗൗരവമുള്ള വിഷയമാണ് നമ്മളെ ഇഹ്തിസാബ്. നിയ്യത്ത് ശരിയാക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ചില കർമ്മങ്ങൾ തുടങ്ങിയതിന് മുമ്പ് തന്നെ ആ കർമ്മത്തിന്റെ പ്രതിഫലം കിട്ടൂല. ഉദാഹരണത്തിന് ഒരാള് സ്വതക്ക നൽകുന്നതിന് മുമ്പ് ആളെ വിചാരം എന്താ അറിയോ? എന്താണ്? ഞാൻ ഈ സ്വതക്ക നൽകിയ നാലാളെ അറിയല്ലോ എന്നാണ് വിചാരം. സ്വതക്ക നൽകുന്നതിന് മുമ്പ് ആളെ വിചാരം എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഇന്ന് തറാവീഹിന് പള്ളിയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് റമദാനിൽ മുസ്ഹഫ് എടുത്ത് ഓതുമ്പോൾ നാലാൾക്കാരെ കാണട്ടെ എന്നുള്ള നിയ്യത്താണെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? അത് പോയി. ചില ആൾക്കാർ അമലിനെ നഷ്ടപ്പെടില്ല വെച്ചാൽ തുടക്കത്തിലൊക്കെ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടായിരിക്കും അവർ ചെയ്യുണ്ടാവുക. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളാണ് കാണുമ്പോൾ എന്ത് ചെയ്യും? മെല്ലെ എന്ത് ചെയ്യും? ശൈത്താൻ ഇടപെടാൻ തുടങ്ങും. അപ്പൊ അതിനിടയിൽ എന്ത് ചെയ്യും? അള്ളാഹിന്റെ പ്രതിഫലം വേണം, ജനങ്ങൾ അംഗീകാരം. അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്, അല്ലെങ്കിൽ ഷിർക്കുൽ ഖഫി എന്നൊക്കെ പറയാം. അള്ളാഹുവിന്റെ പ്രീതിയും വേണം, പിന്നെ ആരുടെ പ്രീതിയും വേണം? ജനങ്ങളുടെ തൃപ്തിയും വേണം, ജനങ്ങളുടെ പ്രീതി വേണം. ചില ആൾക്കാരെ അമല് ചെയ്യുന്നതൊക്കെ കൃത്യമായ രൂപത്തിലായിരിക്കും, അള്ളാഹിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷേ അമല് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? അതിങ്ങനെ പറഞ്ഞിട്ട് അത് നശിപ്പിക്കും. ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, കൊടുത്തതെടുത്തു പറഞ്ഞുകൊണ്ടും അതിന്റെ പേരിൽ ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകൾ ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞതാ. ഒരിട്ട ഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്താണെന്ന് പറഞ്ഞ ആൾക്കാർ അല്ലേ? ആ പള്ളിക്കൊക്കെ ഞാൻ അന്ന് കൊടുത്താണ്, ആ മദ്രസൊക്കെ ഞാൻ കൊടുത്തോണ്ടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പറയുന്നത് ഇന്നലെ ഇത്തിക്കാഫ് ഇരുന്നുകൊണ്ട് വല്ലാത്ത ക്ഷീണം. അത് പറഞ്ഞെന്തിനാ? ക്ഷീണം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇന്നലെ ഇത്തിക്കാഫ് ഇരുന്നു എന്ന് എനിക്ക് എത്ര ഓതി? ആ ചോദ്യം എന്തിനാ അറിയോ? ഞാൻ എത്ര ഓതിന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു ചോദിക്കണമല്ലോ, അപ്പൊ നിങ്ങൾ എത്ര ഓതി? ഞാൻ 2 ഖത്തം തീർത്തു. ഈ പറച്ചിലിന് വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകൾ? തമാശയായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഒരാളെ വീട്ടിൽ വിരുന്നു പോയപ്പോൾ ചോദിച്ചത്രേ, രാത്രി 3:30 ഈ പൈപ്പിൽ വെള്ളം ഉണ്ടാവുമെന്ന് വെച്ച്. എന്താ 3:30 പൈപ്പിൽ വെള്ളം? ഒന്നുമില്ല, ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കണം, അപ്പോൾ ഒതെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പലപ്പോഴും ഒരു തമാശ ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ, നമ്മുടെ മറ്റ് അമലുകൾ അതിങ്ങനെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് നശിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഈമാനൻ വഹ്തിസാബ. അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ നമ്മൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മൾ അനുധാവനം ചെയ്യണം. നിങ്ങൾ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒരിക്കലും ബാത്തിലാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നിസ്കാരത്തിലെ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ് അല്ലെ? തക്ബീറത്തുൽ ഇഹ്റാം അങ്ങനല്ലേ? എന്നാൽ അർ റഹ്മാനു അക്ബർ എന്ന് പറഞ്ഞാലോ സ്വീകരിക്കോ? എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ റമദാനിൽ അല്ലെങ്കിൽ നോമ്പിനൊരു സമയമുണ്ട്, ആ സമയത്ത് എന്ത് പറ്റുള്ളൂ? നോമ്പ് പറ്റുള്ളൂ.
ഇപ്പൊ റമദാന്റെ ഒരു മാസം മുമ്പ് തന്നെ നിർബന്ധമായിട്ട് റമദാൻ നോമ്പ് നിർവഹിക്കുക പറ്റുമോ? റമദാൻ എന്ന് വിചാരിച്ചുകൊണ്ട് പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ശവ്വാൽ 1 പെരുന്നാളാണ്, പക്ഷെ അന്ന് നോമ്പ് വെക്കുക പറ്റുമോ? പാടില്ല. എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നോമ്പ് അനുഷ്ഠിക്കണം, കർമ്മങ്ങൾ ചെയ്യണം. എങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജ. റമദാനിലെ ഉംറ എന്ന് പറയുന്നത് ഹജ്ജിന് സമാനമാകുന്നു. ഹജ്ജ് എന്ന നിർബന്ധ ബാധ്യത വീടില്ല, പക്ഷേ അത്ര പ്രതിഫലം കിട്ടും. എന്തിന്? ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്ന ഹജ്ജിനും ഉണ്ടല്ലോ ഉംറ ചെയ്താൽ പോരെ റംസാനില്. അങ്ങനല്ല. ഒരു ഹജ്ജ് ചെയ്താൽ 10 ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും. ഒരു ഹജ്ജ് ചെയ്താൽ എത്ര കിട്ടും? ഒരു അമലിന് മിനിമം എത്രയാണ്? 10 പ്രതിഫലമാണ്. ഒരു ഹജ്ജ് ചെയ്ത എത്ര പ്രതിഫലം കിട്ടും? 10 ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും. റമളാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിന് സമാനമാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമളാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. അല്ലാഹു പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആരെങ്കിലും റമളാനിന് സാക്ഷിയാണെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഇതാണ് പൊതുവായിട്ടുള്ള വിധി. പിന്നെ രോഗികൾക്ക്, യാത്രക്കാർക്ക് മറ്റുമൊക്കെ ഇളവുകളുണ്ട്, നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്, ശ്രദ്ധിക്കുക, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് മറ്റു സന്ദർഭങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ്. ഇപ്പൊ റമളാനല്ലാത്തൊരു ദിവസം, ഒരു സാധാരണ ഒരു ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ 70 വർഷത്തെ വഴിദൂരം അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. എത്ര വർഷം? 70 വർഷം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. ഇസ്ലാം ചോദിച്ചു, തദ്റൂന മാ ഹാദാ, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബിമാര് പറഞ്ഞു, അല്ലാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ. ഇതൊരു കല്ലിന്റെ ശബ്ദമാണ് കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇടപെട്ട കല്ലാണ്. ഇതുവരെ നരകത്തിന്റെ ആഴിയിലേക്ക്, അതിൻ്റെ ഏറ്റവും വലിയ ഗർത്തത്തിലേക്ക് അതിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആ കല്ല് താഴെത്തിയത്. ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഒരു കല്ല് നരകത്തിന്റെ അടിയിലെത്തണമെങ്കിൽ എത്ര സമയം എടുക്കും? 70 വർഷം എടുക്കും. ഇന്നിപ്പോ ഒരു കല്ല് നരകത്ത് കിട്ടാല്, ഇന്ന് ജനിച്ച കുട്ടിക്ക് ആയുസ്സുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 70 വയസ്സായിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ വലിപ്പമുള്ള ബുർജ് ഖലീഫന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴിട്ടാല് എത്ര മിനിറ്റ് കൊണ്ടെത്തും? വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? താഴെത്തും. നരകത്തിന്റെ ആഴെത്രയായിരിക്കും? ആ നരകത്തിന്ന് 70 വർഷം അകറ്റപ്പെടും ഒരാൾ അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചത്. സാധാ നോമ്പിന്റെ പ്രത്യേകതയാണ്. റമളാനിലാകുമ്പോൾ പ്രതിഫലം കൂടും. ഫർലിനാണ് സുന്നത്തിനാണ് കൂടുതൽ പ്രതിഫലം എന്ന് ചോദിച്ചാൽ ഉത്തരം ഫർലിനാണ്. പക്ഷെ അഡീഷണലായി ചെയ്യുമ്പോൾ കൂടുതൽ അള്ളാഹു നമ്മളെന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. ഇപ്പൊ ചില ആൾക്കാരുടെ വിചാരം സ്വതക്ക നൽകുമ്പോൾ അവർക്ക് പ്രയാസമില്ല, സക്കാത്ത് കൊടുക്കുമ്പോൾ എന്തോ ഒന്ന് പോയ പോലെയാണ്. പാവങ്ങളെ അവകാശമാണ്, അപ്പൊ എനിക്കൊന്നും കിട്ടാനില്ല എന്നാണ് തോന്നലല്ല. സക്കാത്ത് കൊടുത്താൽ സാധാരണ സ്വതക്കത്തുൻ തത്തവു, ഐശ്ചികമായ സ്വതക്കയേക്കാൾ കൂടുതൽ പ്രതിഫലം നമുക്ക് എന്ത് ചെയ്യും? കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ദുനിയാവിലെ എല്ലാ സമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ സുബ്ഹ് നമസ്കാരത്തിന്റെ പ്രതിഫലോ അതിനേക്കാൾ എത്രയോ മടങ്ങായിരിക്കും. ഒരു ഹദീസിൽ കാണാം, ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരാണ്. അപ്പൊ നമ്മൾ ഫർളെന്നെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു.
മുർനി ബി അംറിൻ ആഖുദുഹു അൻക്, നബിയേ താങ്കൾ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരിക, ഞാൻ താങ്കൾ സ്വീകരിക്കട്ടെ. എന്നോട് വല്ലതും കൽപ്പിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിക്കുക. ഫഇന്നഹു ലാ മിസ്ല ലഹു, തീർച്ചയായും അതിന് തുല്യമായി മറ്റൊന്നുമില്ല. നീ നോമ്പനുഷ്ഠിക്കുക, തീർച്ചയായും അതിന് തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ല. വേറെ ഹദീസിൽ കാണാം, സൗമു ശഹ്റു സ്വബ്രി വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ക്ഷമയുടെ മാസത്തിലെ നോമ്പ് അഥവാ റമളാൻ മാസത്തിലെ നോമ്പ്. അതുപോലെ തന്നെ വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലെയും 3 നോമ്പുകൾ. യുദ്ഹിബിന വഹറ സ്വദർ, അത് മനസ്സിലെ നെഞ്ചിലെ പക പോക്കിക്കളയുന്നതാകുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പുകാരായ പുരുഷന്മാരും സ്ത്രീകളും, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്, തങ്ങളുടെ ജനനേന്ദ്രിയം നിയന്ത്രിക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ ഈ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നോമ്പുകാർക്ക് അല്ലെങ്കിൽ നോമ്പുകാരികളായ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകിയിട്ടുണ്ട് എന്നാണ്. വിശ്വാസം പറഞ്ഞല്ലോ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുകയും, വസ്സാമത് ശഹ്റഹാ, അവൾക്ക് നിർബന്ധമാക്കപ്പെട്ട മാസത്തിലെ നോമ്പ് അവർ നിർവഹിക്കുകയും, വഹഫിളത് ഫർജഹാ, തന്റെ ജനനേന്ദ്രിയം നിയന്ത്രിക്കുകയും, വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക അതിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ എന്നാണ്. സ്വർഗത്തിന് 8 കവാടമുള്ളത്. സ്വർഗത്തിന് 8 കവാടം. അതിലൊരു കവാടത്തിന്റെ പേര് തന്നെ ബാബുർ റയ്യാൻ എന്നാണ്. റയ്യാൻ കവാടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിനൊരു കവാടമുണ്ട്. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, അതിലൂടെ ആ കവാടത്തിലൂടെ ഖിയാമത്ത് നാളിൽ നോമ്പുകാരായിരിക്കും പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. യുഖാൽ, അവിടെ ചോദിക്കപ്പെടും, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? ഫയഖൂമൂൻ, അപ്പൊ അങ്ങനെ നോമ്പുകാർ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. ഫൈദാ ദഖലു ഉഗ്ലിക്, അവർ അതിൽ പ്രവേശിച്ചാൽ ആ കവാടം ചെയ്യും, അടക്കപ്പെടും. അപ്പൊ സ്വർഗത്തിൽ റയ്യാൻ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് ആരാണ്? നോമ്പുകാർ മാത്രമായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, നോമ്പും ഖുർആനും ഒരു അടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും. നോമ്പ് പറയും, ഐ റബ്ബ്, ഓ റബ്ബേ, മനഅതു അത്ആമ വശഹവാത് ബിന്നഹാർ, ഇവന്റെ പകലുകളിലെ ഭക്ഷണവും വികാരങ്ങളും ഒക്കെ ഞാനാണ് നിയന്ത്രിച്ചത്, അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, ഇവന്റെ വിഷയത്തിലെ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമെന്ന് നോമ്പ് പറയും. അതെങ്ങനെ പറയാമെന്ന് വെച്ച് നിശ്ചയിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആമന്നാ വസദ്ദഖനാ, വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ നിലപാട്. നമുക്കറിയാം, യൂനുസ് അലൈഹി ഇസ്ലാമിനെ മത്സ്യം വിഴുങ്ങി, നമ്മൾ വിശ്വസിക്കുന്നില്ലേ? മൂസാ നബി വടി നിലത്തിട്ടപ്പോൾ വടി പാമ്പായിട്ട് മാറി, വിശ്വസിക്കുന്നില്ലേ? വടി കൊണ്ട് കടലിൽ അടിച്ചപ്പോ കടലിൽ 12 ഗോത്രത്തിനും പ്രത്യേകമായി പോകാനുള്ള 12 ഉണങ്ങിയ വടികൾ രൂപപ്പെട്ടു, നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ ഖുർആനിലും സുന്നത്തിലും ഖുർആനിൽ പറഞ്ഞു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും. വതുകല്ലിമുന ഐദീഹിം, കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും,
കാലുകൾ സാക്ഷി പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ നോമ്പ് സംസാരിക്കും. നോമ്പ് അള്ളാന്റെ അടുക്കല് പോയിട്ട് ഈ നോമ്പുകാരന് വേണ്ടിയിട്ട് ശിപാർശ പറയുന്നു പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അത് തള്ളല്ല. ചില ആളുകൾ തള്ളെന്ന് പറയാൻ കാരണം എന്താ? ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ അടിസ്ഥാനമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ തൊള്ളയിൽ തോന്നിയത് ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റി നമ്മളെന്ത് പറയും? അവർ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ നമ്മൾ പറയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന സദസ്സിൽ വന്ന് കഞ്ഞി കുടിച്ചു പോയി എന്നൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ജർമ്മനിയിലെ ഒരു തിയേറ്ററിൽ വന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് സർജറി നടത്തി പോയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് തെളിവ് നമ്മൾ ചോദിക്കും. എന്നാൽ ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം വന്നാൽ സ്വഹീഹായ ഹദീസാണോ നമ്മൾ എന്ത് ചെയ്യണത്? വിശ്വസിക്കൽ. അത് ആലങ്കാരികമായിട്ട് പറഞ്ഞായിരിക്കും, നോമ്പ് സംസാരിക്കൊന്നുമില്ല എന്ന് നമ്മൾ പറയണ്ട. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും മനഅതുഹുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ ഇവന്റെ ഉറക്കം ഞാനാണ് എന്ത് ചെയ്തത്. നമ്മളെ പറ്റി മൊബൈലൊക്കെ പറയേണ്ടി വരുമല്ലോ അങ്ങനെ. എന്ത്? രാത്രിയിൽ ഇവന്റെ അല്ലെങ്കിൽ ഇവരുടെ ഉറക്കം ഞാനാണ് തടഞ്ഞു വെച്ച്. മൊബൈലൊക്കെ ഇപ്പൊ പറയും, അറിയില്ല അല്ലെ? പക്ഷേ ഖുർആൻ പറയും മനഅതുഹുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ ഇവന്റെ ഉറക്കം അല്ലെങ്കിൽ ഇവരുടെ ഉറക്കം ഞാനാണ് തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, റബ്ബേ ഇവന്റെ വിഷയം അല്ലെങ്കിൽ ഇയാളുടെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് പറയും. ഖുർആനെ പിന്നെ നബി പറഞ്ഞ എന്താ അറിയോ? വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക്, ഒന്നുകിൽ ഖുർആൻ നിനക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിലോ നിനക്കെതിരായിരിക്കുന്ന. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, നിങ്ങൾ ഖുർആൻ ഓതുക, തീർച്ചയായും ഖുർആൻ അതിന്റെ ആളുകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും. റമളാൻ തന്നെ ഖുർആൻ ഓതേണ്ട മാസമാണ്. ചില പണ്ഡിതന്മാരൊക്കെ, ഇമാം മാലിക്കിനെ പോലെയുള്ള മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ, അദ്ദേഹം സാധാരണ നടത്തി വരാറുള്ള ദീനി ക്ലാസ്സുകൾ പോലും എന്ത് ചെയ്തു? അത് നിർത്തണമെന്നല്ല പറഞ്ഞത്. ഇപ്പം റമളാനിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ പറയരുത് എന്ത് ഇമാം മാലിക്കൊക്കെ ക്ലാസ് എടുത്തിക്കണം, എന്തിനാ നമ്മൾ ക്ലാസ് സംഘടിപ്പിക്കണം എന്ന് ചോദിക്കരുത്. അത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയാണ്, മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം അദ്ദേഹം മാറിയിരിക്കാറുണ്ടായിരുന്നു. റമളാനിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ 60 പ്രാവശ്യം ഖത്തം തീർക്കാറുണ്ടായിരുന്നു. മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി നമസ്കാരത്തില് ഫാത്തിഹയ്ക്ക് ശേഷം അങ്ങോട്ട് ബക്കറ മുതൽ അങ്ങോട്ട് നാസ് വരും, ഒറ്റ റക്അത്തില്. മുൻഗാമികൾ ഖുർആൻ ഓതാൻ അത്രയും വലിയ താല്പര്യം കാണിച്ചിരുന്നു. ഒരു ഹർഫിന് മിനിമം എത്രയാണ്? 10 പ്രതിഫലാണ്. ഒരു പേജ് ഇങ്ങനെ ഉറക്കെ വായിച്ചു കൊടുത്താൽ, ഒരു വോയിസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് കിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് 15,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഒരു ക്ലാസ്സിനൊന്നും വരില്ല, അതന്നെ ഒരു പരിപാടിയായിരിക്കും അല്ലേ? അല്ലേ? എന്നാൽ ഒരു ഹർഫിന് മിനിമം 10 പ്രതിഫലം. അത് ദുനിയാവിലെ പ്രതിഫലമല്ല, 10 റുപ്യല്ല, 10 ദിർഹംസ് അല്ല, $10 അല്ല. അള്ളാഹിന്റെ അടുക്കലുള്ള പ്രതിഫലം എത്രയാണെന്ന് നമുക്കറിയില്ല. സ്വർഗത്തിൽ ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ ദുനിയാവിലെ മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ റമളാൻ ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കേണ്ട മാസമാണ്. മാത്രമല്ല സ്വർഗത്തിൽ, അതായത് നബി പറയാം, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷം. ഒന്ന് ഫർഹത്തുൻ ഹീന യുഫ്തിർ, ഒന്നാമത്തത് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം അല്ലേ? അതുവരെ നമ്മൾ പട്ടിണി കിടന്ന്, അതുവരെ നമ്മളെല്ലാം നിയന്ത്രിച്ച്, എന്നിട്ട് പിന്നെ നോമ്പ് തുറക്കുമുണ്ടാകുന്ന ആ സന്തോഷം, ഒരു കർമ്മം സ്ഥിരപ്പെടുന്നു, ഒരു ഇബാദത്ത് ചെയ്തല്ലോ എന്നൊരു ആത്മനിർവൃതി. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഫർഹത്തുൻ ഹീന യുഫ്തിർ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്ർ ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ നമുക്ക്. പെരുന്നാൾക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല, ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അത് ഒന്നാം സന്തോഷമാണ്. 2ാം സന്തോഷം എപ്പോഴാണെന്ന് അറിയോ? ഫർഹത്തുൻ ഹീന യൽഖാ റബ്ബഹു, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോണ്ടാകുന്ന സന്തോഷം. ഇതാർക്കുള്ളതാ? വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങളെന്ന് പ്രകാശിക്കുന്നതായിരിക്കും റബ്ബിനെ കണ്ടുകൊണ്ട് എന്നാ പറഞ്ഞത്. വിശ്വാസം പറ, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുണ്ടോ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ആരെ കാണാം? റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്വർഗത്തിൽ വെച്ച് കാണാം.
നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുമ്പോഴാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമളാനിന്റെ ദിനരാത്രങ്ങൾ നമുക്ക് മുതൽ കൂട്ടാവുന്നതാണ്. അതിൻ്റെ ഓരോ സന്ദർഭവും കൃത്യമായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ റമളാൻ എങ്ങനെയാണ് നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത് എല്ലാം നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ സുന്നത്തിനെതിരായിക്കൊണ്ടാണ് റമളാനിൽ പ്രവേശിക്കുക. എങ്ങനെയാണ് റമളാൻ തീരുമാനിക്കേണ്ടത്? ഫോണിൽ നോക്കിയിട്ടാണോ തീരുമാനിക്കേണ്ടത്? കലണ്ടറിൽ നോക്കിയിട്ടാണോ തീരുമാനിക്കേണ്ടത്? ആണോ? ChatGPT പോയിട്ട് റമളാൻ എത്ര ചോദിച്ചിട്ടാണോ തീരുമാനിക്കേണ്ടത്? ആണോ? ജെമിനി പോയിട്ട് ആണോ? അല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആധുനിക കാലത്ത് എന്തെല്ലാം നമ്മൾ കാണുന്നില്ലേ? ലോകത്ത് മക്കയിൽ അത് നടക്കുന്നത് നമ്മളിവിടെ കാണുന്നു, ഇന്ന സ്ഥലത്ത് നടക്കുന്നത് കാണുന്നു, അമേരിക്ക നമുക്ക് അവിടെ നിന്ന് ലൈവായിട്ട് കോൾ ചെയ്യാൻ പറ്റും. ലോക ക്രിസ്ത്യാനികളൊക്കെ ഒരേ ദിവസമാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ലോക മുസ്ലിങ്ങളായ നമുക്കെല്ലാം ഒരേ ദിവസം തന്നെ റമളാനിൽ പ്രവേശിച്ചുകൂടെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനികളെ പോലെ ആവരുതെന്നാണ് ഖുർആൻ പറഞ്ഞത് അല്ലേ? നിങ്ങൾ അവരെ പോലെ ആവണമെന്നാണ് പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞത്? അവരെ പോലെ ആകരുതെന്നാണ് പറഞ്ഞത്. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പഠിപ്പിച്ചു. നബി പറയുകയാണെന്ത്? അശ്ശഹ്റു 29 ലൈല. ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29 രാത്രികൾ. 29 രാത്രി എന്ന് പറഞ്ഞാൽ 29 ദിവസങ്ങൾ. ഫലാ തസൂമു ഹത്താ തറൗഹു. മാസം കാണാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നോമ്പ് നോൽക്കരുത്. ഫൈൻ ഉമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദ. ഇനി മാസം കാണാതെ മേഘാവൃതമാകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണം പൂർത്തീകരിക്കണം. ഫഅക്മിലുൽ ഇദ്ദത 30. 30 നിങ്ങൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പൊ കൃത്യമാണ്. മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റമളാനിലേക്ക് പ്രവേശിക്കണം. ഇത് റമളാൻ ആകുമ്പോഴേക്ക് തന്നെ ആൾക്കാർ എന്ത് ചെയ്യണേ? നബിന്റെ ഈ ഹദീസിനെ ധിക്കരിച്ചുകൊണ്ടാണ് റമളാനിലേക്ക് കയറേണ്ടതെന്ന് ചില ആൾക്കാർ. രണ്ടാമത്തെ ഒരു വിഷയം, ഓരോ നോമ്പിന്റെയും തുടക്കമാണ് അല്ലേ? നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുജ്മിഇ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പ് നിയ്യത്ത് കരുതാത്തവന് നോമ്പില്ല. ഫർളായ നോമ്പാണെങ്കിൽ ഫജ്റിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മള് നോമ്പ് നോൽക്കുന്ന കരുതണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയലല്ല. നദൈതു സൗമ ഗദിൻ ലില്ലാഹി തആല ലാൻ അദാ ലില്ലാഹി തആല ഹാദിഹി സന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ പറയായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരു രീതി ആരും പഠിപ്പിച്ചിട്ടില്ല. ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ കരുതല. ഇത് തലഫുൽ എന്നാ പറയാം. ഇങ്ങനെ പറയുന്ന രീതി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു തആലക്ക് വേണ്ടി മഗ്രിബ് 3 റക്അത്തായി ഇമാമിന്റെ കീഴിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിൽ കരുതിയാൽ മതി. മനസ്സിൽ സ്വാഭാവികം ഉണ്ടാവുമല്ലോ, നമ്മളെ മനസ്സിൽ നോമ്പ് നോൽക്കാന്നൊരു മനസ്സിലുണ്ടാവുമല്ലോ. എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫജ്റിന് മുമ്പേ കരുതേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ ഭാര്യമാർ ചോദിക്കും, ഇന്നെന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കും. ഇന്നെന്താണ്? അപ്പൊ അവർ പറയും, നബി എന്ന് നമുക്കൊന്നും കഴിക്കാനില്ല എന്ന് പറയും. അപ്പൊ നബി എന്താ പറയാ? എന്താ പറയാ? ഇന്നലെ പറയണ്ടേ? പറഞ്ഞോ? ഇല്ല. പിന്നെന്താ പറഞ്ഞേ? എന്നാ എനിക്ക് നോമ്പാണ്, എന്നാ എനിക്കെന്താണ്? നോമ്പാണ് എന്ന് പറയും. അപ്പോൾ ഐച്ഛികമായതിനാണെങ്കിൽ എന്താണ്? ഇങ്ങനെ നമുക്ക് നിയ്യത്ത്, ഭർത്താവ് ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ പെർമിഷൻ വേണം. എന്തിന്? നോമ്പ് വെൽക്കാൻ വരെ ഭർത്താവിന്റെ പെർമിഷൻ വേണം. മനസ്സിലാണ്ടോ അല്ലേ? ഇപ്പം ചാടിപ്പോകാൻ പോലും പെർമിഷൻ വേണ്ട ഇപ്പോഴത്തെ കാലത്ത്. ഫർലായ നോമ്പ് വെൽക്കാൻ, സുന്നത്തായ നോമ്പ് വെൽക്കാൻ വരെ എന്ത് വേണം? പെർമിഷൻ വേണം. നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നാൽ ഫർലായ നോമ്പിന്റെ വിഷയത്തിൽ ആരും പെർമിഷൻ വേണ്ട. അള്ളാഹ് നിർബന്ധാക്കിയാണത്. അള്ളാഹ് നിർബന്ധാക്കിയാൽ പിന്നെ എന്തില്ല? ഭർത്താവിനോട് ചോയ്സ് ഇല്ല. അള്ളാഹു ഒരു കാര്യം നിർബന്ധാക്കിയാൽ ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനെ അനുസരിക്കണ്ട. ഇസ്ലാമികമായ ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങുക എന്നുള്ളത് അള്ളാഹിന്റെ ഓർഡറാണ്. എന്റെ ഭർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു തന്ന കാര്യമില്ല. അതിന്റെ പേരിൽ തല്ലിപ്പിരന്നല്ല പറഞ്ഞത്, മനസ്സിലായോ? മറിച്ച് ഭർത്താവിനത്
ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. റമദാനിൽ നിയ്യത്ത് അതിങ്ങനെ കരുതുകയാണ് വേണ്ടത്, അതെന്തല്ല പറയല്ല വേണ്ടത്. നോമ്പിനാകട്ടെ ഏത് ഇബാദത്തിനാകട്ടെ നിയ്യത്ത് പറയുക എന്നുള്ള രീതി ഇല്ല. ഇപ്പം നമ്മളൊരാൾക്ക് സ്വതക്ക എടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വജ്ഹ് ആഗ്രഹിച്ച് ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് 10 രൂപ താങ്കൾക്ക് ഞാൻ സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞാൽ 10 രൂപ പറയോ? ഞാൻ പറയേണ്ട രീതിയെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. അതാണ് നിയ്യത്ത്. അത് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നുള്ളത് അത്താഴാണ്. തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, തീർച്ചയായും അതിൽ ബറക്കത്തുണ്ട്. അതിനൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അത്താഴം കഴിക്കണതിൻ്റെ മഹത്വങ്ങൾ. ഒന്നെന്താ അറിയോ? ഒന്ന്, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഉന്മേഷത്തോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നോമ്പ് എടുക്കാൻ പറ്റും. 2, വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് പ്രത്യേകമായി ഉത്തരം ലഭിക്കാൻ, പാപം പൊറുക്കാനുള്ള വഴിയാണ്. അല്ലാഹു തആല 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. പിന്നെ സ്വഹാബിമാർ പറഞ്ഞത് അത്താഴത്തിനും സുബഹി നമസ്കാരത്തിനും ഇടയിൽ 50 ആയത്തോതുന്ന സമയം ഉണ്ടാവുമെന്നാ. പിന്നെ രാത്രി നിസ്കാരം ഉറങ്ങിയിട്ട് തഹജ്ജുദ് പോലെ നിസ്കരിക്കണമെങ്കിലും, അല്ല അതുപോലെ തന്നെ സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിക്കണമെങ്കിലും, ഇനി പള്ളിയിൽ പോകുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഉന്മേഷത്തോടു കൂടി സുബഹി നിസ്കരിക്കണമെങ്കിലൊക്കെ എന്താണ്? അത്താഴം ഉപകരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. ജൂതന്മാരുടെയും നമ്മുടെയും നോമ്പിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്ലത്തു സഹൂർ, അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ലത്തു സഹർ, അത്താഴം കഴിക്കുക എന്നുള്ളതാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നുള്ളത് നോമ്പ് തുറയാണ്. മെയിൻ കാര്യം അല്ലേ? അങ്ങനെയാണോ വിചാരിക്കുക? നോമ്പ് തുറ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാം പറഞ്ഞു ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലം അത്രയും ജനങ്ങൾ നന്മയിലായിരിക്കും. ചില ആൾക്കാർക്കൊക്കെ മിനിമം ഒരു 3 പള്ളിയിൽ നിന്നെങ്കിലും ബാങ്ക് കൊടുക്കണം, എന്നാലേ അവരെന്തേ ഉള്ളൂ നോമ്പ് തുറക്കുള്ളൂ. ചില ആൾക്കാർ ബാങ്ക് കൊടുത്ത് കഴിയാൻ കാത്തുക്കും. അങ്ങനെ വേണോ? സമയമായ നമുക്ക് എന്ത് ചെയ്യാ? സമയമാകാതെ ധൃതി കാട്ടിയിട്ട് നോമ്പ് തുറക്കണ്ട. പക്ഷേ സമയം ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയണത് അങ്ങനെ നേരത്തെ, അഥവാ നേരത്തെ പറഞ്ഞാൽ അസറിനല്ല പറഞ്ഞത്, സമയമായാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളത് എന്താണ്? ഇപ്പം ചില കാര്യങ്ങൾ ഇസ്ലാമിൽ വേഗം നടത്തണം. അതിഥി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണോ? അതിഥി ഇങ്ങനെ വിഷപ്പിക്കരുത്. പെട്ടെന്ന് എന്ത് ചെയ്യണോ? ഫുഡ് എടുക്കണം. മരിച്ചാൽ മയ്യത്ത് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് എടുക്കണം. കല്യാണം ഉറച്ചാൽ പിന്നെ എന്ത് ചെയ്യരുത്? ഇങ്ങനെ കൂടുതൽ വൈകിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? കല്യാണം ചില ഒരു 3 വർഷത്തിനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണം നിശ്ചയിച്ചിടും അല്ലേ? അങ്ങനല്ലേ, പെട്ടെന്നാക്കുക. അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലുള്ളൊരു കാര്യമാണ് എന്ത്? നോമ്പ് തുറന്റെ സമയമായാൽ പിന്നെന്ത് ചെയ്യണം? പെട്ടെന്ന്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? നമസ്കാരം. അസ്സലാത്തു അലാ വക്തിഹ. നമസ്കാരം അതിൻ്റെ വക്തി നിർവഹിക്കണം. ഇപ്പോൾ പൊതുവെ പുരുഷന്മാരൊക്കെ, ഇപ്പോൾ സ്ത്രീകളുടെ ക്ലാസ്സുകൾ പറയാട്ടോ, ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സുബഹ് നമസ്കാരം ആണെങ്കിൽ 20 മിനിറ്റ് ഗ്യാപ്പ്, ളുഹർ 20 മിനിറ്റ് ഗ്യാപ്പ്, അല്ലെങ്കിൽ 25 മിനിറ്റ് ഗ്യാപ്പ്, ഒരു ഫിക്സ്ഡ് സമയമായിരിക്കും. ഇപ്പോൾ 12:40 വാങ്ങുകയാണെങ്കിൽ 1 മണിക്ക് ജമാഅത്തായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും വരെ ജമാഅത്തിന് സമയം നോക്കുകയാണെങ്കിൽ കൃത്യസമയമായിരിക്കും. എന്നാൽ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ, ഇന്ന് ളുഹർ 12:50 നാളെ ളുഹറോ 3:45 അല്ലേ? എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല നിസ്കാരം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ചില ആൾക്കാർ ളുഹറും സുബഹിയും ളുഹറും അസറും മഗ്രിബും ഇശാ ഒക്കെ പല കൂട്ടിയിടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളങ്ങനെയല്ല. പക്ഷേ അസ്വലാത്തു അലാ വക്തിഹ, നമസ്കാരം അതിൻ്റെ വക്തിന് നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല അമലായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറ കൃത്യമായ രൂപത്തിൽ പെട്ടെന്നാക്കുക എന്നുള്ളത് ഖൈറായിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രാർത്ഥന നമുക്കറിയാം. ദഹബൽ ളമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതാണ് പ്രാർത്ഥന. ദാഹം ശമിച്ചു, നാടിഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെടുകയും ചെയ്തു. നോമ്പുകാരൻ്റെ പ്രാർത്ഥന പ്രത്യേകമായി ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്. നോമ്പുകാരനായിരിക്കുന്ന സമയത്തുനിന്ന് റിപ്പോർട്ടുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്തുനിന്നുണ്ട്. ഇനി ചില ആൾക്കാരെ ഇതൊന്നും അല്ലാതെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹീഹായിട്ട് നോമ്പ് തുറക്കുന്ന
സമയത്ത് ഒന്ന് ദഹബല്ലഹു എന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാതെ നബി പഠിപ്പിക്കാത്ത പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നിർവഹിക്കണ്ട. പൊതുവെ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, റമളാന്റെ പകലുകൾ നോമ്പുറക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. പ്രത്യേകമായ അത് ഉത്തരം ലഭിക്കപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വളരെ കൂലുള്ള കാര്യമാണ്. നബി പറയാണ്, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജ്രിഹി കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈആ. നോമ്പ് നോറ്റ ആൾക്കുള്ള അതേ പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടും. അതിന് നമ്മൾ പൈസ കൊടുത്താൽ മതിയാവും ചിലപ്പോൾ, അല്ലേ? ഇപ്പോൾ യാത്രക്കാരെ നോമ്പ് ഉറപ്പിക്കുന്ന പദ്ധതികളുണ്ട്. ഒരു 50 റുപ്യ 30 റുപ്യ കൊടുത്താൽ മതിയോ, ഒരു നാളെ നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് ഉറപ്പിച്ച കൂലി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ പാവപ്പെട്ട ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ മതിയാവും. ഇത് പലപ്പോഴും നോമ്പ് തുറ വലിയ സംഭവ ബഹുലാക്കി. എന്തിനാ നോമ്പ് തുറ സംഘടിപ്പിക്കണ അറിയോ? ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പലഹാരങ്ങളുടെ എണ്ണം ലാസ്റ്റ് ടേബിളിലൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ട് അടിപൊളി. അപ്പോൾ ഓരോ നമ്മളങ്ങനെ വിളിച്ചപ്പോൾ ഇത്ര വിഭവം ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മൾ കുറഞ്ഞെന്താണ് മോശമാണ്, അപ്പോൾ നമ്മൾ ഉഷാറാക്കണം. എന്നിട്ട് പിന്നെ നിസ്കാരമില്ല, അല്ലേ? ഫുൾ ടൈം ആ നോമ്പ് തുറ ഉഷാറാക്കാൻ വഴിയുള്ള ബത്തപ്പാടിലായിരിക്കും പലപ്പോഴും. അങ്ങനത്തെ അവസ്ഥ ഒന്നും ഉണ്ടാവരുത്. ഇബാദത്താണ് പ്രധാനം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്തിനാണ്? ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരെന്ന് പരീക്ഷിക്കാനാണ്, അല്ലാതെ ഏറ്റവും നല്ല പലഹാരം ഉണ്ടാക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാനല്ല. മനസ്സിലാകണ്ടോ? ഏറ്റവും നന്നായി വിഭവം ഒരുക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാനല്ല, പിന്നെ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന് പരീക്ഷിക്കാൻ. നമ്മൾ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നെന്താണ്? സംസാരം നിയന്ത്രിക്കുക. 4 കാര്യങ്ങൾ അമിതമാകാൻ പാടില്ല എന്നാ. ഒന്ന്, സംസാരം അധികമാകാൻ പാടില്ല. റമളാനിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം സംസാരം. 2, പൊതുവെയുള്ള വിഷയമാണ്, റമളാനിന് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കൽ അമിതമാകരുത്. ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ ഒരുമിച്ച് കൂട്ടാം. അതുപോലെ തന്നെ അമിതമായി ചിരിക്കാൻ പാടില്ല, അമിതമായിട്ട് ചിരിക്കാൻ പാടില്ല. പിന്നെ അമിതമായിട്ട് ഉറങ്ങാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യമാണ്. പക്ഷെ എന്തേ പാടില്ല, ഒന്നും അമിതമാകാൻ പാടില്ല. പക്ഷെ റമളാനിൽ പലപ്പോഴും അവസ്ഥ എന്താ? അമിതമായ ഉറക്കം. ഇത് പകലുകളിൽ, രാത്രി ഉറക്കം കുറവാണ്, ശരിയാണ്. പകലുകളിൽ അമിതമായ, ചില ആളുകളൊക്കെ ഉണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ അല്ലേ ഏകദേശം നോമ്പ് ഉറക്കാനാവും, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് തന്നെ. പിന്നെ ഫുഡ് കഴിക്കാൻ കഴിയില്ല, അപ്പം ഇങ്ങനെ സംസാരം, അതും ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പം അമിതമായിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് നല്ല കാര്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഖൈറായത് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്. ഇവ പറയാണ്, റുബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവർക്ക് നോമ്പ് കൊണ്ട് വിശപ്പ് മാത്രമാണ് ലഭിക്കുന്നത്. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവർക്ക് രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കമൊഴിവാവുക എന്നത് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ്. പരദൂഷണം, ഏഷണി ഒന്നും നമ്മൾ പറയരുത്. നോമ്പിനും പാടില്ല, അല്ലാത്ത സമയത്തും പാടില്ല. ചില ആൾക്കാരെ വിചാരം നോമ്പ് നോറ്റ സമയത്ത് പരദൂഷണം പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നോമ്പ് എറിയുള്ളൂ എന്നാ. അങ്ങനെയാണോ? ഒരു ഹദീസ് പറയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ചുരുക്കി പറയാം, സമയമല്ല. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, ദീനാറും ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആളാണ് മുഫ്ലിസ്. നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് അവരല്ല. ഖിയാമത്ത് നാളിൽ അവർ സ്വദഖയും നോമ്പും നമസ്കാരവും ഒക്കെ ആയിക്കൊണ്ട് കടന്നു വരും. പക്ഷെ അയാൾ വരലെങ്ങനെയാണ്? ചില ആൾക്കാർ രക്തം ചിന്തിയവരുണ്ടാവും, ചില ആൾക്കാരെ പറ്റി ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും,
ചില ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യാറിയോ? മറ്റുള്ളവർക്ക് ഇയാളുടെ നന്മകൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. നിസ്കാരം ഇന്നാക്ക്, നോമ്പ് ഇന്നാക്ക്, സ്വതക്ക ഇന്നാക്ക് പറഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തീർന്നു പോകുമല്ലോ അത്. എത്ര കൊടുക്കേണ്ടി വരും? നമ്മൾ ശ്രദ്ധിക്കുക, എത്ര നമ്മൾ കൊടുക്കേണ്ടി വരും? ഇത് തീർന്നെന്ന് സംഭവിക്കാറ് പിന്നെ അവരുടെ തിന്മകൾ എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു തരാൻ തുടങ്ങും. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നോമ്പിനൊക്കെ നല്ല പോലെ ഉണ്ടാതെ ആരും പറ്റി പരദോഷം യാക്ഷണമൊന്നുമില്ല. പിന്നെ നോമ്പ് കഴിഞ്ഞാണ്ടല്ലോ തുടങ്ങും അല്ലേ? ചില ആളുകളെ എന്താ പറയാ അറിയോ, അധികമൊന്നും ഞാൻ പറഞ്ഞില്ല, നോമ്പായി പോയി. അതുവരെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അരെ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളത് പറയലാണെന്ത്? ഉള്ളതിനെല്ലാം പറയാൻ പാടില്ല, ഉള്ളതെല്ലാം എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഉള്ള കാര്യം മുഴുവൻ പറയാൻ പാടുള്ളതല്ല. പിന്നെ അല്ലേ, കുറേയാണ്ട് പറഞ്ഞിട്ട് നാളെ ജാ ചെയ്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒക്കെ ഓർമ്മിപ്പിക്കണം ബാക്കിയുള്ളവരെ. അതൊന്നും ഒരിക്കലും നമുക്ക് പാടുള്ള കാര്യമില്ല. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരിക്കലും നരകം കൊയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ ഏറ്റവും കാരണമായി തീരുന്ന അവയവാണിത്, നാവ് എന്ന് പറയുന്നത്. ഗൗരവമായിട്ട് തമാശയായിട്ടൊരു ടെക്സ്റ്റ് വായിച്ചതാണ്. അതിലിങ്ങനെ പറയണേ, പല്ലുകളുടെ നാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞറിയ? പല്ല് നാവിനോട്, ഞങ്ങളെ 32 ആൾക്കാരും കൂടെ ഒന്ന് കടിച്ചാണ്ടല്ലോ ഈ 2 കഷ്ണാവും പറഞ്ഞു. പല്ലുകളുടെ നാവിനോട് പറയണത് ഒരു കഥയാണെന്ന് പറഞ്ഞ കാരണത് മനസ്സിലാൻ വേണ്ടിയാണ്. അപ്പോൾ നാവ് തിരിച്ചു പറഞ്ഞത്ര എന്ത്, ഞാനെങ്ങാനും ഒരാളെ നോക്കിയൊരു തെറി വിളിച്ചാൽ മതി, ആൾക്കാരെന്ത് ചെയ്യും? നിങ്ങളെ 32നും തല്ലി താഴെക്കിടും പറഞ്ഞു. ഇത് നാവിൻ്റെ ഒരു അവസ്ഥയാണ്. നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. ഇപ്പം അമവി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനെ ഖലീഫയുടെ സദസ്സിൽ ഹാജരാക്കിയിട്ട് ഒരാൾ ചോദിക്കുകയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ഉത്തമൻ, അല്ല അലി ഇബ്നു അബീ ത്വാലിബ് ആണോ ഉത്തമൻ എന്ന് ചോദിച്ചത്. ഈ പണ്ഡിതൻ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ആണ് മുആവിയയേക്കാൾ ഉത്തമൻ എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും മുആവിയക്ക് എന്തില്ല. 2 സ്വഹാബിമാരാ റളിയല്ലാഹു അൻഹും, യോഗ്യതയില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഈ പണ്ഡിതൻ ആ ഭരണകൂടം എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹു അൻഹു അല്ല, പിന്നീട് വന്ന ഖലീഫയാണ്, ആൾ വധിച്ചു എന്നാണ്. എന്താ കാരണം? ആവശ്യമില്ലാത്ത വർത്തമാനത്തിന് പോയതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ദുനിയാവിൽ തന്നെ നമുക്ക് അപകടം വരും. പരലോകത്ത് എന്തെങ്കിലും നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ അത് ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് റമളാനിന്റെ ദിനരാത്രങ്ങൾ പ്രിയമുള്ള സഹോദരിമാരെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാവണം. അതിൻ്റെ ഓരോ നിമിഷവും നമുക്ക് മുതൽക്കൂട്ടാക്കാൻ സാധിക്കണം. അതിൻ്റെ രാത്രി നമസ്കാരങ്ങളാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, സ്വതക്കകളാകട്ടെ, ദിക്റുകളാകട്ടെ, ദുആകളാകട്ടെ, എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നടക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇൻഷാ അല്ലാഹ് റമളാൻ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. മാത്രവുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്നാണ്. ആ പരലോകത്ത് മുതലെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒരുപാട് വിളവെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആ റമളാനിലെ ദിനരാത്രങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും നല്ല അവസരമാണ് എന്നാണ്. ഏറ്റവും വലിയ സൗഭാഗ്യർ ആരെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നാണ്. ആയുസ് കൂടുതൽ ലഭിക്കുകയും അമലുകൾ നന്നാക്കുകയും ചെയ്തവൻ എന്നാണ്. എന്നാൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാർ കൂടുതൽ ആയുസ് ലഭിക്കുകയും അമലുകൾ മോശമാക്കുകയും ചെയ്തവൻ എന്നാണ്. ഒരു റമളാൻ ഒരാൾക്ക് ലഭിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഷഹീദായ ഒരു വ്യക്തിയേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കാൻ അത് കാരണമായി തീരുമെന്ന് സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട്. ആരോഗ്യം വേണം, ഇബാദത്ത് എന്ത് വേണം? ആരോഗ്യം വേണം. പിന്നെന്ത് വേണം?
ഇബാദത്ത് ചെയ്യാൻ തോന്നണം, മൂഡ് വേണ്ടേ? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ദിക്ർ ചൊല്ലാൻ, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ റബ്ബ് സുബ്ഹാനഹു തആലയോട് എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. കൃത്യമായ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും സ്വതക്കകളും ദഅവാ പ്രവർത്തനങ്ങളും എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പലരും രോഗികളാണ്. അല്ലാഹു അവർക്കെല്ലാം സമ്പൂർണ്ണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ إنها ساءت مستقرا مقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربيانا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.